ജെ സ്റ്റോറി വേൾഡിലേക്ക് സ്വാഗതം. പ്രചോദനാത്മക ജീവിത കഥകൾ, സാഹസിക കഥകൾ, മാന്ത്രിക കഥകൾ, യഥാർത്ഥ സംഭവങ്ങൾ, ചരിത്ര കഥകൾ എന്നിവ മലയാളത്തിൽ കേൾക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജെ സ്റ്റോറി വേൾഡ്, ഓരോ കഥയും ഒരു പുതിയ ലോകം. എൻ്റെ പേര് മുഅമ്മർ ഗദ്ദാഫി. 1942 ലിബിയയിലെ ഒരു ചെറിയ മരുഭൂമി പ്രദേശത്താണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുടുംബം വളരെ സാധാരണമായിരുന്നു. ഞങ്ങൾ ബെഡൂയിൻ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ആ കാലത്ത് ഞങ്ങളുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. വൈദ്യുതിയും ആധുനിക സൗകര്യങ്ങളും ഒന്നുമില്ല. പല രാത്രികളിലും ഞങ്ങൾ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ലിബിയ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നുവെങ്കിലും ജനങ്ങളുടെ ജീവിതം അത്ര നല്ലതായിരുന്നില്ല. രാജ്യം ഭരിച്ചിരുന്നത് രാജാവായ ഇദ്രീസ് ആയിരുന്നു. രാജ്യത്ത് എണ്ണ കണ്ടെത്തിയിരുന്നെങ്കിലും ആ സമ്പത്തിന്റെ ഗുണം സാധാരണ ജനങ്ങളിലേക്ക് അധികം എത്തുന്നില്ലെന്ന് ഞാൻ കരുതിയിരുന്നു. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് രാഷ്ട്രീയം ഇഷ്ടമായിരുന്നു. ഞാൻ വാർത്തകൾ കേൾക്കുമായിരുന്നു. അറബ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഈജിപ്തിലെ നേതാവായ ഗമാൽ അബ്ദുൽ നാസർ എന്നെ വളരെ സ്വാധീനിച്ചു. അദ്ദേഹം അറബ് ഐക്യത്തെക്കുറിച്ചും വിദേശ ശക്തികൾക്കെതിരെ നിലകൊള്ളുന്നതിനെക്കുറിച്ചും സംസാരിക്കുമായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുക്കുമായിരുന്നു. ചില അധ്യാപകർ എന്നെ പ്രശ്നക്കാരനായി കണ്ടിരുന്നു. പക്ഷെ ഞാൻ കരുതിയത് ഒരു കാര്യം മാത്രമാണ്. അന്ന് എനിക്ക് വെറും 27 വയസ്സായിരുന്നു. ഒരു രാത്രി കൊണ്ടെല്ലാം മാറി. രാജഭരണം അവസാനിച്ചു. ലിബിയ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ഞാൻ രാജ്യത്തിൻ്റെ പുതിയ നേതാവായി. ആ ദിവസം ഞാൻ ജനങ്ങളോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഈ രാജ്യം ജനങ്ങളുടേതാണ്. പലരും സന്തോഷിച്ചു, പ്രത്യേകിച്ച് യുവാക്കൾ. കാരണം അവർ പുതിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചു. ഭരണം ഏറ്റെടുത്ത ശേഷം ഞാൻ നിരവധി തീരുമാനങ്ങളെടുത്തു. ലിബിയയിലെ എണ്ണ സമ്പത്ത് രാജ്യത്തിന് കൂടുതൽ ഗുണം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. വിദേശ എണ്ണ കമ്പനികളുമായി പുതിയ കരാറുകൾ ഉണ്ടാക്കി. രാജ്യത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു. ആ പണം ഉപയോഗിച്ച് റോഡുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ നിർമ്മിക്കാൻ തുടങ്ങി. അന്ന് ലിബിയയിലെ പല പ്രദേശങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവായിരുന്നു. ഞങ്ങളവ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു. വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ സ്വാധീനം വർദ്ധിച്ചു. അറബ് ലോകത്തും ആഫ്രിക്കയിലും ഞാൻ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. എന്നാൽ അതോടൊപ്പം വിമർശനങ്ങളും വർദ്ധിച്ചു. ചിലർ പറഞ്ഞു, ഗദ്ദാഫി വളരെയധികം അധികാരം കൈവശം വയ്ക്കുന്നു. മറ്റു ചിലർ പറഞ്ഞു, അദ്ദേഹം രാജ്യത്തെ മാറ്റുകയാണ്. എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ലോകമെമ്പാടും വ്യത്യസ്തമായിരുന്നു. എനിക്കൊരു പ്രത്യേക രാഷ്ട്രീയ ആശയമുണ്ടായിരുന്നു. അതിനെ ഞാൻ ഗ്രീൻ ബുക്ക് എന്ന പുസ്തകത്തിലൂടെ വിശദീകരിച്ചു. രാജ്യത്തെ മാറ്റണം. കാലം കടന്നുപോയി. ഞാൻ സൈന്യത്തിൽ ചേർന്നു. എനിക്ക് തോന്നിയത് രാജ്യത്തെ മാറ്റാനുള്ള ഏറ്റവും ശക്തമായ മാർഗം സൈന്യമാണ് എന്നായിരുന്നു. അവിടെ ഞാൻ നിരവധി യുവ ഓഫീസർമാരെ പരിചയപ്പെട്ടു. അവർക്കും എന്നെപ്പോലെ ചിന്തകളുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുമായിരുന്നു. ലിബിയ മാറണം. ജനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കണം. രാജ്യം വിദേശ സ്വാധീനത്തിൽ നിന്ന് സ്വതന്ത്രമാകണം. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചർച്ചകൾ. അവസാനം ഞങ്ങളൊരു രഹസ്യ സംഘം രൂപീകരിച്ചു. 1969 സെപ്റ്റംബർ 1, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്ന്. അന്ന് രാജാവ് ഇദ്രിസ് രാജ്യത്തിന് പുറത്തായിരുന്നു. ഞാനും എൻ്റെ കൂട്ടരും ഒരു സൈനിക അട്ടിമറി നടത്തി. വളരെ കുറച്ച് രക്തച്ചൊരിച്ചിലോടെയായിരുന്നു അത്. ജനങ്ങൾ നേരിട്ട് ഭരണത്തിൽ പങ്കെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ ആശയം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് പലരും പിന്നീട് ചർച്ച ചെയ്തു. 1970കളിലും 1980കളിലും ലിബിയ ലോകവേദിയിൽ വളരെ ശ്രദ്ധ നേടിയ രാജ്യമാക്കി മാറി. പക്ഷേ അതേസമയം നിരവധി അന്താരാഷ്ട്ര വിവാദങ്ങളുമുണ്ടായി. ചില പാശ്ചാത്യ രാജ്യങ്ങളുമായി ഞങ്ങളുടെ ബന്ധം മോശമായി. പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള ബന്ധം കൂടുതൽ സംഘർഷപൂർണമായി. ലോകരാഷ്ട്രീയം കൂടുതൽ സങ്കീർണമായി.
എന്നെ പിന്തുണച്ചവരും എതിർത്തവരുമുണ്ടായിരുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പായിരുന്നു. ലിബിയയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ലോകമിനി എന്നെ അവഗണിക്കാൻ കഴിയില്ലായിരുന്നു. ഒരു മരുഭൂമി കൂടാരത്തിൽ ജനിച്ച കുട്ടി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന നേതാക്കളിൽ ഒരാളായി മാറിയിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ ഇനിയും മുന്നിലായിരുന്നു. ലോകശക്തികളുമായുള്ള ഏറ്റുമുട്ടലുകൾ, സാമ്പത്തിക ഉപരോധങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ, അവസാനം എൻ്റെ ഭരണത്തെ തന്നെ മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ. ഇതെല്ലാം വരാനിരിക്കുന്ന വർഷങ്ങളിൽ എന്നെ കാത്തിരുന്നു. തുടരും ഭാഗം 2. അടുത്ത ഭാഗത്തിൽ ഗദ്ദാഫിയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം എങ്ങനെ ആരംഭിച്ചു? ലിബിയക്കെതിരെ ലോകം എന്തുകൊണ്ട് തിരിഞ്ഞു? അന്താരാഷ്ട്ര ഉപരോധങ്ങൾ രാജ്യത്തെ എങ്ങനെ ബാധിച്ചു? ഗദ്ദാഫി ലോകത്തിലെ ഏറ്റവും വിവാദ നേതാക്കളിൽ ഒരാളായത് എങ്ങനെ? ഈ കഥയുടെ അടുത്ത ഭാഗത്തിനായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ്.